കൊട്ടിയൂർ നീണ്ടുനോക്കിയിലെ വീട്ടിൽ തന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾക്കൊപ്പം അന്ത്യനിദ്രയിലായിരുന്നു വ്യാഴാഴ്ച രാവിലെ വരെയും ബിനോയ്. ചുങ്കക്കുന്നിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട തുരുത്തിയിൽ ബിനോയിയുടെ സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ചയാണ് നടന്നത്. മൃതദേഹത്തിന് ചുറ്റും പുസ്തകങ്ങൾ അടുക്കി വെച്ചിരുന്നു ബിനോയിയുടെ ഇരട്ട സഹോദരൻ ബിജോയ്. റീത്തുകൾക്ക് പകരം മൃതദേഹത്തിനു മുകളിൽ ഏറെ നേരവും കണ്ടത് MTയുടെ പുസ്തകങ്ങൾ. അദ്ദേഹം കയ്യൊപ്പിട്ട് ബിനോയ്ക്ക് നൽകിയ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ. തൊട്ടുതാഴെ മാധവിക്കുട്ടിയും മുകുന്ദനും സേതുവും പുനത്തിലും തുടങ്ങി പുതുതലമുറ എഴുത്തുകാരുടെ വരെ പുസ്തകങ്ങൾ. MTയെ ജീവന് തുല്യം ഇഷ്ടമായിരുന്നുവെന്ന് ബിജോയ് വിതുമ്പലോടെ ഓർത്തു. പ്രിയപ്പെട്ട വായനക്കാരനെ യാത്രയാക്കാൻ എഴുത്തുകാർ ചുറ്റുമിരുന്നത് പോലെയായിരുന്നു പുസ്തകങ്ങൾ. വായന ബിനോയ്ക്ക് നൽകിയത് ഒട്ടേറെ സൗഹൃദങ്ങൾ. എഴുത്തുകാരുമായി ആത്മബന്ധം പുലർത്തിയ വായനക്കാരൻ, പുസ്തകങ്ങളെ സ്നേഹിച്ച വ്യാപാരി, അതായിരുന്നു ബിനോയ്. വായനയും സിനിമയും സൗഹൃദവും സമ്പന്നമാക്കി കടന്നു പോവുകയാണ് കൊട്ടിയൂരിലെ പച്ചക്കറി വ്യാപാരിയായിരുന്ന ബിനോയ്. ജില്ലാ പഞ്ചായത്ത് അംഗം ബോബി എണ്ണച്ചേരിയിൽ, ബോണി, ഡിൽ കാമിലോ എന്നിവർ മറ്റ് സഹോദരങ്ങൾ. നൂറുകണക്കിന് ആളുകളാണ് ബിനോയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കൊട്ടിയൂരിലെ വീട്ടിലെത്തിച്ചേർന്നത്. ഏജനെറ്റ് ന്യൂസ്, കൊട്ടിയൂർ.